ഇന്നെത്ര തീയതി? 21 നാളല്ലേ ഏട്ടായി? നടക്കണ കാര്യല്ല. ചേട്ടനൊരു 24-ാം തീയതി വൈകിട്ട് പോവാ. ആ 21 നാളെയാണോ? ഉയ്യോ. നിധി, നാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓട്ടം ഉണ്ട്. അതുകൊണ്ട്? അല്ല, നാളെയല്ലേ കേസ്. ഞാനും ഡേറ്റ് മറന്നിരിക്കായിരുന്നു. വക്കീൽ വിളിച്ചപ്പോഴാ ഓർത്തത്. അപ്പോ നാളെ നിധി കേസിന് പോവോ? നമ്മള് രണ്ടുപേരും ഉറപ്പായിട്ടും പോവേണ്ടതായിരുന്നു. പക്ഷെ എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല. വക്കീലിനോട് അവധിക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എന്ത്? അല്ല, നാളെ ജോലി കളയണ്ടല്ലോ. ഇത് അടുത്ത തവണ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് ചെല്ലണമെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാനൊന്നും പറ്റില്ല. അടുത്ത തവണയല്ലേ, അതൊക്കെ നമുക്ക് നോക്കാന്നേ. എന്ത്? അല്ല, അടുത്ത തവണ നോക്കാന്നേ. നോക്കിയാ പോരാ, പോണം. ഏതായാലും ഇത്തവണ രക്ഷപ്പെട്ടുല്ലോ, അടുത്ത തവണയും ഉറപ്പായിട്ടും രക്ഷപ്പെടും. ഡിസംബറിക്കാ? അയ്യോ ഗായു, ഇത് നോക്കി, ഗായത്രി വിളിക്കുന്നു. അത് ഞാനെന്ത് വേണം? സുധീഷേട്ടാ എന്താ ഉദ്ദേശിക്കണേ? നികേഷ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ നീയും അറിഞ്ഞല്ലേ? അറിഞ്ഞു. എടാ, നാളെ കോടതിയിൽ സെക്കൻഡ് ഹിയറിംഗ് ആയിരുന്നു. പക്ഷേ അവള് പോകുന്നില്ലല്ലോ, കേട്ടില്ലേ? അത് ജോലിയുള്ളോണ്ടാ? അല്ലടാ, ഇത്രയും കാലം ജോലിയെക്കാളും വലുതായിരുന്നു അവൾക്ക് ഈ ഡിവോഴ്സ്. ഇപ്പൊ അത് മാറി. ഡിവോഴ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ജോലിക്കായി. ഇനി ഡിവോഴ്സേ വേണ്ടെന്നാവും അവള് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുമല്ല, ഏട്ടത്തി ആ ഡേറ്റ് മറന്നു. അപ്പൊ ഒരു പ്രധാനപ്പെട്ട അസൈൻമെന്റ് വന്നു. ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവധിക്ക് വെച്ചു. ഇനി നോക്കിക്കോ, അടുത്ത തവണ ഉറപ്പായും ഏട്ടത്തി കോടതി പോകും എന്ന് നീ പറഞ്ഞോ. പക്ഷേ എന്റെ പരീക്ഷണം വിജയത്തിന്റെ പാതയിൽ തന്നെയാണ്. അത് അധികം താമസിയാതെ സക്സസ് ആവും മോനെ. പരീക്ഷണ? യെസ്, ഓഫ് കോഴ്സ്. ഇപ്പൊ ഒരു കോള് വന്നില്ലേ, ഗായത്രി. അതാണ് ലിറ്റ്മസ് ടെസ്റ്റ്. മനസ്സിലായില്ല. മനസ്സിലായില്ല? എടാ, ഗായത്രിയുടെ പേര് പറഞ്ഞപ്പോ അവൾ എന്നിട്ട് പോയത് കണ്ടില്ലേ? അതന്നെ ഞാനും ചോദിക്കണേ. ഏട്ടത്തിക്ക് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടായി തന്നെ അതില്ലാതാക്കാനാണോ സുധീഷേട്ടൻ ഇതൊക്കെ ചെയ്യണേ? എടാ, ഇത് അങ്ങനെ അല്ല. നമ്മൾ പിന്നാലെ നടക്കുമ്പോഴേ ഈ പെണ്ണുങ്ങൾക്കൊരു വില ഉണ്ടാവില്ല. എന്നാ നമ്മൾ മിസ്സാവുന്നൊരു തോന്നലുണ്ടാവൂലേ?